ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്ക് ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. രണ്ട് ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ട് 2 മതി. ഈ അളവിലേക്ക് 3 മുട്ട, 2 ബ്രെഡിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് വാനില എസൻസും ഒരു ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റ് ചെയ്ത് കാരമൽ ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണേ. കരിഞ്ഞു പോവാതെ നോക്കണേ. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഫോയിൽ പേപ്പർ എടുത്തിട്ട്, അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. വെള്ളം ഉള്ളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ചെറുതായിട്ട് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഇറക്കി നോക്കുക. സ്റ്റിക്കിൽ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വേവിച്ച് കുക്കായി എന്ന് ഉറപ്പ് വരുമ്പോൾ ഓഫ് ചെയ്യാം. കുക്കായതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്, തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.